മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളെയും ഈശോ ആശീർവദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 25 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഒരു കാര്യം, സ്വജീവനെയും മാതാപിതാക്കളെയും ഉപേക്ഷിക്കാതെ ആർക്കും ഈശോയെ പിൻചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. വലിയൊരു കാര്യമാണ്. മാതാപിതാക്കളെയും സ്വജീവനെ തന്നെയും ഉപേക്ഷിക്കാതെ ഈശോയെ പിൻചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്താ ഇതിന്റെ അർത്ഥം? ഏറ്റവും വിലമതിക്കുന്ന കാര്യത്തെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, നമ്മൾ ഏറ്റവും അധികമായിട്ട് നമ്മുടെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന എന്താണോ നമ്മുടെ ജീവിതത്തിലുള്ളത്, അതിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുക. ഇതാണ് ഈശോ ആവശ്യപ്പെടുക. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മൾ ഈശോയുടെ അനുഗ്രഹങ്ങൾ ചോദിക്കുന്നവരാണ്. ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്തെല്ലാം നിയോഗങ്ങൾ നമ്മൾ സമർപ്പിക്കാനുണ്ട്. ഈ നിയോഗങ്ങളൊക്കെ നമ്മൾ ഈശോയുടെ മുമ്പിൽ കൊടുക്കുമ്പോൾ നമ്മളിൽ എത്ര പേര് നമ്മേക്കാൾ അധികമായി, നമ്മുടെ മാതാപിതാക്കളെക്കാൾ അധികമായി, സ്വന്തമെന്ന് കരുതി നമ്മൾ സ്നേഹിക്കുന്ന, വെച്ചിരിക്കുന്ന എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ നിയോഗങ്ങൾ കൊടുക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ എല്ലാ സ്ഥാനവും കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കും. കാരണം ഈശോയ്ക്ക് ജീവിതത്തിൽ വലിയ സ്ഥാനം കൊടുത്താല് ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ മാറ്റേണ്ടി വരും. ലോകത്തിൽ സുഖം നൽകുന്ന, ലോകത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന പലതിനെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. എന്താണ് യഥാർത്ഥത്തിൽ സഹനം എന്ന് പറയുന്നത്? ജീവിതത്തിൽ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന സുഖങ്ങളെ മാറ്റുന്ന സഹനം. ഈ സഹനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാതെ കൃപയില്ല. ജീവിതത്തിൽ ചിലതൊക്കെ ഉപേക്ഷിക്കാതെ നമുക്ക് കൃപയില്ല. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ നമ്മൾ മാറ്റാനായിട്ട് തയ്യാറാണ്. നമുക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷങ്ങളൊക്കെ മാറ്റി ദൈവം നൽകുന്നത് അത് സഹനമായിരിക്കാം, ചിലപ്പോൾ കഷ്ടതയായിരിക്കാം, ചിലപ്പോൾ പരാജയങ്ങളായിരിക്കാം. അതിനെ നമ്മൾ സ്വീകരിച്ചാൽ ഉറപ്പാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ചില സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നത് തെറി പറയുന്നതിന്റെ, കുറ്റം പറയുന്നതിന്റെ, ചിലതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ, ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ, ജഡികമായ ആസക്തികളുടെ, മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന്റെ ഒക്കെ സുഖങ്ങളൊന്ന് മാറ്റിവെച്ച് ആ സുഖം ഈശോയിൽ നിന്ന് അന്വേഷിച്ച് ആ സമയം ഈശോയോടൊന്ന് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ ഉറപ്പാ നമ്മുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ സന്തോഷങ്ങളെ മാറ്റണം. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന, ഈ ഭൂമിയിൽ ഏറ്റവും വലുതായി കരുതിയിരിക്കുന്നതിനെ മാറ്റണം. ഈശോയെ സ്നേഹിക്കണം. കരങ്ങളെ യാചനയോട് പിടിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. പരീക്ഷ എന്ന മക്കളെ പരീക്ഷകളെ ഈശോയ്ക്ക് കൊടുത്ത് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. പഠിക്കുന്ന വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. അവരുടെ പരീക്ഷാ നിമിഷങ്ങളിൽ അങ്ങ് അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, ഈ ദിവ്യകാരുണ്യ ശക്തി വിദ്യാർത്ഥികളിലേക്ക് ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചൈതന്യം ഇവരിൽ നിറയട്ടെ, അങ്ങയുടെ കൃപ ഇവരിൽ നിറയട്ടെ. ഉന്നതമായി വിജയം നൽകി വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ
ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, പോകുന്ന വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും പരാജയങ്ങളും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.